സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. എന്നാൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണ്ണവില താഴേക്കെത്തുന്നത്. ഇന്ന് പവന് 320 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,16,640 രൂപയായി. ഗ്രാമിന് 40 രൂപയാണ് കുറഞ്ഞത്. 14,580 രൂപയാണ് നൽകേണ്ടത്. വിപണി വില ഇത്രയാണെങ്കിലും GSTയും പണിക്കൂലിയും ഹാൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും കൂടും. സ്വർണത്തോടൊപ്പം വെള്ളി വിലയും മാറുന്നുണ്ട്. ഗ്രാമിന് 295.10 രൂപയും കിലോയ്ക്ക് 2,95,100 രൂപയുമാണ് നൽകേണ്ടത്. രാജ്യാന്തര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണ്ണവിലയെയും സ്വാധീനിക്കുന്നത്. ഇറാനുമായി ഉടൻ ഡീലുണ്ടാകുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ക്രൂഡ് ഓയിൽ വില, ബോണ്ട് ഈൽഡുകൾ താഴ്ന്നതാണ് സ്വർണ്ണവില കൂടാൻ കാരണമായത്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുകയും ഡോളർ താഴുകയും ചെയ്താൽ സ്വർണ്ണവില ഇനിയും കുതിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം അവസാന മാസങ്ങളിലാണ് സ്വർണ്ണവില വലിയ രീതിയിൽ വർദ്ധിച്ചത്. ഡിസംബർ 23-നാണ് സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി 1 ലക്ഷം കടന്നത്. ജനുവരി 29-ന് രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്ക്. ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധം പ്രഖ്യാപിച്ചത് സാധാരണക്കാരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയെങ്കിലും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി സ്വർണ്ണവില കുറയുകയായിരുന്നു. ഇറാൻ, ഇസ്രായേൽ, US സംഘർഷങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുതിച്ചതാണ് ഈ ട്വിസ്റ്റിന് കാരണം.